അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉത്തരവാദിത്തവും അവകാശവും. അവകാശങ്ങൾ തന്നേ പറ്റൂ, ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കില്ല. ഇതാണ് പലരുടെയും നിലപാട്. ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഉത്തരവാദിത്തവും അവകാശവും വ്യക്തിപരമായി ആയതുപോലെ തന്നെ അത് സാമൂഹികപരമായതും ആകും, പല ഓരോന്നിന്റെയും ഓരോന്നായ സന്ദർഭങ്ങളിൽ എന്ന് മാത്രം. ഉത്തരവാദിത്തം എന്നത് നമ്മൾ വ്യക്തിപരമായി ആകട്ടെ സാമൂഹികപരമാകട്ടെ അത് നിർവഹിക്കേണ്ടത് തന്നെയാണ്. കാരണം ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുമ്പോൾ പലതായ നഷ്ടങ്ങൾ വ്യക്തിക്കുണ്ട്, സമൂഹത്തിനുണ്ട്, രാഷ്ട്രത്തിനുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, അവകാശം പലപ്പോഴും അത് വ്യക്തിപരമായി ആയിരിക്കാം കൂടുതലും. ആ അവകാശങ്ങൾ ചിലപ്പോൾ നിഷേധിച്ചത് കൊണ്ട്, അത് കിട്ടാതിരുന്നത് കൊണ്ട് വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ സാമൂഹികപരമായ നഷ്ടങ്ങൾ വളരെ വിരളമായിരിക്കും. സാമൂഹികപരമായ അവകാശങ്ങൾ ചുരുക്കവും ആണ്. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ ഒരു സമരം ചെയ്യുന്നു. എന്തിന്? അവിടെ ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുന്നു. ശമ്പളം കിട്ടുക എന്നുള്ളതും വർദ്ധിക്കുക എന്നുള്ളതും ആ ഡോക്ടറുടെ അവകാശമാണ്. ആ സമരം കാരണം ഒരു രോഗി മരിച്ചാൽ അതിന്റെ നഷ്ടം എത്രയാണ്? നികത്താൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവകാശം എന്നത് വളരെ പ്രധാനപ്പെട്ട ആണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉത്തരവാദിത്തം എന്നുള്ളത്. രണ്ടിനും എന്തുണ്ട്? പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ചുരുക്കിന്നില്ല രണ്ടിനെയും. പക്ഷേ ഇന്ന് പലരും ആവശ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ ശബ്ദിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഉത്തരവാദിത്തങ്ങളെ പലരും തിരസ്കരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ഉത്തരവാദിത്തം മറന്നുകൊണ്ടുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് ഒരിക്കലും നാം പ്രാമുഖ്യം നൽകരുത്, പ്രാധാന്യം നൽകരുത്. കാരണം എന്താണ്? ഈ അവകാശങ്ങൾക്ക് വേണ്ടി പല പിന്തുണകളും ലഭിക്കും. മാധ്യമ പിന്തുണകൾ ലഭിക്കും, സമൂഹത്തിൽ നിന്ന് പിന്തുണകൾ ലഭിക്കും. എന്നാൽ ഉത്തരവാദിത്തത്തിലെ അലംഭാവം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഒരിക്കലും നികത്താൻ കഴിയില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് പിന്തുണയും കുറവായിരിക്കും പൊതുസമൂഹത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഉത്തരവാദിത്തം എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ ഉത്തരവാദിത്തം നിർവഹിച്ചേ മതിയാവൂ. അവന് ശമ്പളം കൊടുക്കുക എന്നുള്ളത് മുതലാളിയുടെ ആ ഉത്തരവാദിത്തമാണെങ്കിൽ ആ കൃത്യമായി അവന് ശമ്പളം മുതലാളിയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് മുതലാളിയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ് തൊഴിലാളിക്ക്. അതേപോലെ തൊഴിലാളിക്ക് കുറെ അവകാശങ്ങൾ മുതലാളിയിൽ നിന്ന് കിട്ടാൻ ഉണ്ട്. ഈ ശമ്പളം വാങ്ങുന്ന തൊഴിലാളിയാണെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. അവന്റെ അവകാശങ്ങൾ ലഭിക്കട്ടെ, ലഭിക്കാതിരിക്കട്ടെ. പക്ഷേ നിഷേധിക്കാൻ ഒരിക്കലും മുതലാളിക്ക് അവകാശം ഇല്ല എന്നുള്ളത്. ഒരു ശിശു, ആ ശിശുവിനെ പരിപാലിച്ച് മുല കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു മാതാവിന്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടിയെ ആ കുട്ടിക്ക് മാതാവിൽ നിന്ന് പരിചരണം ലഭിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ അവകാശവുമാണ്. ഈ ഒരു ഉത്തരവാദിത്തം ഒരു മാതാവ് കൃത്യമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈ കുട്ടിയുടെ ഈ ചെറിയ ഈ കൈക്കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണല്ലോ ഇത്, വാക്കുകളാണല്ലോ ഇത്. ഓരോരുത്തർക്കും എന്തുണ്ട്? അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണല്ലോ, നമ്മൾ ശ്രദ്ധിക്കുക.
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുക. നമ്മുടെ അവകാശങ്ങൾ ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സിന്ദാബാദുകളാണ്. ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കാൻ ആളുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, തൊഴിലാളിക്ക് മുതലാളിയിലുള്ള അവകാശവും മുതലാളിക്ക് തൊഴിലാളിയിലുള്ള അവകാശവും നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും രണ്ട് കൂട്ടരും നിർവഹിക്കണം. ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് നികത്താൻ സാധിക്കാത്തതാണ്. അത് ഒരിക്കൽ നികത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത്? അത് മനുഷ്യ വിഭവശേഷിയാണ്. ഒരു അവകാശത്തിന് വേണ്ടി ഒരു ദിവസം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ബന്ദ് നടത്തിയാൽ, തൊഴിലാളി സമരം നടത്തിയാൽ, അതുമൂലമുണ്ടാകുന്ന മനുഷ്യ വിഭവ സമ്പത്തിന്റെ നഷ്ടം എത്ര? ഇത് നികത്താൻ സാധിക്കുമോ? ഇല്ല. ഈ സമരം മൂലം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെട്ടു, എത്രയെല്ലാം ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, ഏതെല്ലാം ആളുകൾ പ്രയാസപ്പെട്ടു, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഓരോ വ്യക്തിപരമായും ചിന്തിക്കേണ്ടതാണ്, തനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഒരാൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല എന്ന് കരുതി അദ്ദേഹം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ അതുമൂലം ഉണ്ടാകുന്ന പൊതുസമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം, രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടം, ആ കമ്പനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയെന്ന് ചിന്തിക്കുക. അവകാശങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് കരുതി ആ അവകാശങ്ങൾ പിന്നീട് നൽകാൻ പറ്റിയേക്കാം. എന്നാൽ ഉത്തരവാദിത്തം കൃത്യസമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിലോ അത് നികത്താൻ സാധിക്കാത്തതല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എപ്പോഴും ഓരോ വ്യക്തിയും തനിക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ, തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക. ചില ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും? സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, അത് സാമൂഹികപരമായ ഉത്തരവാദിത്തമാണ്. അതേതെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ മതി. ആരും നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ നാട്ടുകാർ മൊത്തമായി ഉത്തരവാദി ആണ് എന്നർത്ഥം. അതേപോലെ തന്നെയാണ് സമൂഹത്തിന്റെ അവകാശമാണ്. ചിലപ്പോൾ ചില സർക്കാരുകളിൽ നിന്നുമൊക്കെ ചില അവകാശങ്ങൾ സമൂഹത്തിന് ലഭിക്കാനുണ്ട്. അത് ചിലപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാകാം, ജാതിയുടെ അടിസ്ഥാനത്തിലാകാം, ഭാഷയുടെ അടിസ്ഥാനത്തിലാകാം, പലതായിരിക്കും. ഇത്തരം അവകാശങ്ങളൊന്നും ആര് നിഷേധിക്കാൻ പാടില്ല? സർക്കാരുകളൊന്നും നിഷേധിക്കാനും പാടില്ല. ഇതുമൂലം ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാം. അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ചിന്തിക്കേണ്ടത്, എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായി നിർവഹിക്കട്ടെ. ഇന്ന് പലപ്പോഴും കാണുന്നത് എന്താണ്? നമ്മൾക്ക് ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. ആ ശമ്പളം വാങ്ങുന്നതിന്റെ 10% പോലും പല ആളുകളും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല. വിശേഷിച്ചും സർക്കാർ ജോലികളിൽ പലരും അലംഭാവങ്ങൾ കാണിക്കുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അലംഭാവം കാരണം ഒരു വിദ്യാർത്ഥിക്ക്, അതല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് വല്ല നഷ്ടവും ഉണ്ടായാൽ, ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട ഒരു അഡ്മിഷൻ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിക്കേണ്ട പേപ്പർ മുഖേന കിട്ടിയിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥിക്ക് നഷ്ടം ആര് നികത്തി കൊടുക്കും? വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ മനസ്സിലാക്കുക,
നിങ്ങൾക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളാണ് വർഷത്തിൽ ലഭിക്കുന്നത്. ആ ഒരു ദിവസം നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ സമരം ചെയ്തു. ഒരാഴ്ച സമരം ചെയ്തു, 2 ആഴ്ച നിങ്ങൾ സമരം ചെയ്തു. ആ 2 ആഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട വിദ്യ ആര് നികത്തി കൊടുക്കും? എങ്ങനെ നികത്തി കൊടുക്കും? നിങ്ങൾ സ്പെഷ്യൽ ക്ലാസ് മറ്റൊക്കെ പേര് പറഞ്ഞ് ക്ലാസ് എടുത്തേക്കാം. അതൊരു ചടങ്ങായി മാറുകയല്ലേ ചെയ്യുന്നത്? ചിന്തിക്കുക. അപ്പോൾ അവകാശങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ടുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് നാം ആരും മുതിരരുത് എന്നേ ഇത്തരുണത്തിൽ പറയാനുള്ളൂ. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെയും ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളുകളെയും തമ്മിൽ തുലനം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നല്ലൊരു ശതമാനം ആളുകളും അവിടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാറും ഇല്ല. ഇതും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. നമ്മുടെ അലംഭാവം കാരണം ഒരാളുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനോ നഷ്ടപ്പെടാനോ കാരണമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.